محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ബഹുമാനപ്പെട്ട തങ്ങളവർകളെ, അതുപോലെ തന്നെ ഈ നാട്ടിൻ്റെയും ഈ മഹല്ലത്തിൻ്റെയും എല്ലാമായ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ ഈ സദസ്സിൽ നല്ലൊരു നസീഹത്തുമായിട്ട് നാം ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ഒരു സ്വാലിഹായ അമലായി പ്രവർത്തിക്കാനും ആ കർമ്മം ചെയ്യാനും വേണ്ടി നമുക്ക് പഠിപ്പിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിന്, ഈ പള്ളിക്കും കാരണമായ താജുൽ ഉലമ സദഖത്തുല്ലാഹ് ഉസ്താദ് വറല്ലാഹു മറഖദഹു ഇവിടുത്തെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, മറ്റേ സദസ്സിലുള്ള ഉലമ പണ്ഡിതന്മാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ഒരുമിച്ചതും പൊരുത്തപ്പെട്ട ഒരു അമലായി നിലനിർത്തി തരുമാറാവട്ടെ. മാത്രമല്ല ഈ മഹല്ലത്തിൻ്റെ ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹുവിൻ്റെ പ്രവർത്തനം ദുനിയാവും ആഖിറത്തിലും അല്ലാഹു ഉപകരിക്കുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രാത്രി 10 മണി കഴിഞ്ഞ് സമയം ദീർഘിക്കൊണ്ടു പോകുന്നത് സംസാരിച്ചെങ്കിൽ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ വിഷയവും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞ് പള്ളി എന്ത്, പള്ളി എങ്ങനെ, പള്ളി ആര്, ഇന്നമായ മിനൽ മസാജിദ്, അതായത് പള്ളിൻ്റെ അധികാരം, പള്ളിയുമായിട്ടുള്ളൊരു ബന്ധം, ഒരു കമ്മിറ്റി പള്ളിക്ക് ഒരു ആവശ്യമാണ്. പള്ളിൻ്റെ അധികാരം എന്ന് വെച്ചാൽ പള്ളിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആ മഹല്ലത്തായ ആ പള്ളിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി. ഭരണം നടത്താനല്ല കമ്മിറ്റി വേണ്ടിയത്. പള്ളിനെ പരിപാലിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ വീടായ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിനെ പരിപാലിക്കാൻ, പള്ളിനൊരു നോക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി വേണ്ടിയത്. പണ്ടത്തെ കാലത്തെല്ലാം പള്ളി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഖൗഫുള്ളതാണ്. പള്ളിൻ്റെ അകത്ത് കയറുമ്പോൾ ഭയങ്കര പേടിച്ചിട്ടാണ് പള്ളിക്ക് കയറുന്നത്. പള്ളിയിലിരിക്കുമ്പോഴും പേടിച്ച്, പള്ളിയിൽ നടക്കുമ്പോൾ പേടിച്ച്, ഒന്നെടുക്കുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ വെള്ളത്തിനെ ഒന്നിലേക്ക് കൈയിടുമ്പോൾ പേടിച്ച്, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ പേടിച്ച്, ഇമാമത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട നമ്മളെ പെടുത്ത ശൈഖുന ഞങ്ങളെ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കുറേ കാലമായി നാട്ടിൽ ഈ മഹല്ലത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്, ഞാനൊരു ഉസ്താദിൻ്റെ അടുക്കിൽ കുറച്ചു കാലം ഒരു അലിഫ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദാണ്. ഇവിടെ അല്ല, അക്കരങ്ങളിൽ വെച്ചിട്ട് 1981-82 ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൻ്റെ ഒരു ശിഷ്യനായിട്ട് ശിഷ്യത്വം സ്വീകരിച്ചത് ചെറിയ മാസങ്ങളെ കൊണ്ട് മാത്രം. അല്ലാഹു ആ ഇൽമ നാഫിയ ഇൽമായി അല്ലാഹു നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ഉസ്താദ് ഇമാമത്തിന് നിൽക്കുമ്പോൾ ആ ഉസ്താദിൻ്റെ പിറകെ നിൽക്കാൻ പേടിച്ച്. എങ്ങനെ പേടിച്ച്? എനിക്ക് എൻ്റെ കൈകെട്ടൽ, എൻ്റെ നിസ്കാരം, ഞാൻ ഓതുന്നത്, എൻ്റെ അള്ളാഹുവിനിക്ക് നിയത്ത് ചെയ്ത കൈകെട്ടി അള്ളാഹുവിനോട് മുനാജത്ത് ചെയ്തത് എന്തെന്ന്, അള്ളാഹുവേ ഞാൻ എൻ്റെ മുഖത്തിനെ നിനക്ക് മുന്നിട്ട്, എൻ്റെ മുഖത്തിനെ നിനക്ക് ഞാൻ മുന്നിട്ട് നിസ്കരിക്കുന്നത്. ഇങ്ങനെയുള്ള ആ മുനാജത്തുമായിട്ട് അള്ളാഹുവിനോട് ആ പ്രാർത്ഥിക്കുന്ന സമയം ബഹുമാനപ്പെട്ട ഇമാമത്തിൻ്റെ കൂടി അപ്പോഴും പേടിച്ച്. എന്നിട്ടോ അത്തഹിയാത്തിരിക്കുമ്പോഴോ റുക്കുഹിലോ സുജൂദിലോ അവിടെ പേടിച്ച്, എൻ്റെ സുജൂദ് ഞാൻ ശരിയായിട്ടുണ്ടാവോ, എൻ്റെ കൈവെക്കല് ശരിയായിട്ടുണ്ടാവും, എൻ്റെ നെറ്റിത്തടം വെച്ചത് ശരിയായിട്ടുണ്ടാവുക, എൻ്റെ കാല് വെച്ചത് ശരിയായിട്ടുണ്ടാവും, എൻ്റെ ഇരുത്തം ശരിയായിട്ടുണ്ടാവുക എന്നുള്ള പേടി വന്നപ്പോൾ ഖൗഫ് വന്ന്
അന്നത്തെ കാലമായിരുന്നോ ആ കാലഘട്ടം. അന്നത്തെ പള്ളി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ക്വാർട്ടാണ് നാട്ടിലേക്കും നമ്മളെ വീടുകളിലേക്കും ഞമ്മക്കും അത് ഒരു തീരുമാനം. ആ നാട്ടിലെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ്, ആ കമ്മിറ്റി ഭാരവാഹികൾ അങ്ങനെ പേടിച്ചിട്ടാണ് അന്നത്തെ ജീവിതം, അന്നുള്ള ഈമാനും. പക്ഷേ അതേ പള്ളിയും അതേ ഈമാനും തന്നെ. പക്ഷേ ഇന്ന് ഖൗഫില്ല, പേടി പോയി. പള്ളിക്ക് കയറുമ്പോൾ എങ്ങനെ കയറേണ്ടത്? ഇത്ര ഭംഗിയാക്കി തന്ന പള്ളി, നിങ്ങളെ പണം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങൾ നിയമിച്ച നിങ്ങളെ കമ്മിറ്റി ഭാരവാഹികൾ കഷ്ടപ്പെട്ടത്. നേരത്തെ ഇവിടെ പല പ്രവർത്തനത്തിലും പറ്റിയിട്ട് പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളെ സഹായം കൊണ്ട് അവർ പ്രവർത്തിച്ച് അവർ ഈ പ്രകാശത്തിനെ വെളിച്ചമാക്കി, ദീനിനെ ഈ നാട്ടിലേക്ക് വെളിച്ചമാക്കി നിങ്ങളെ കമ്മിറ്റി ഭാരവാഹികൾ. പക്ഷേ നിങ്ങൾ അവർക്ക് സഹകരിച്ച് അവരുടെ മനസ്സിൽ അല്പം പോലും കിബ്ർ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ നഷ്ടത്തിലായി. അവർക്ക് അഹംഭാവം വരാൻ പാടില്ല. എന്റെ കാലത്ത് ഞാൻ ഭരണം നടത്തിയത്, ഞാൻ പ്രസിഡന്റ് ആയ കാലത്ത് ഞാൻ ചെയ്തത്, എന്റെ സമയത്താണ് ഇങ്ങനെ ചെയ്തത്. ആ കാലത്ത് ഒരു 4-5 കൊല്ലം മുന്നത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്ത്, അല്ല എന്റെ സെക്രട്ടറിന്റെ സമയത്തായിരിക്കും എന്നല്ല. അവർക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് വല്ല നടത്താൻ നോക്കണം. കാരണം ആ പള്ളിന്റെ കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ ആ പള്ളിക്കൊരു നേതാവായിട്ടുണ്ട്, ആ നാട്ടത്തിന്റെ ഒരു കോർട്ടിന്റെ തീരുമാനമായിരിക്കും ആ പള്ളിന്റെ ഖത്തീബ് മുദ്രിസ് ഉസ്താദ്. അപ്പൊ ഇവിടെയും ഇത്രയും ഈ ദീനിന്റെ പ്രകാശം വരാൻ വേണ്ടി കാരണം ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് ഈ നാട്ടിൽ നേരത്തെ ഇപ്പൊ വായിച്ചവിടെ സെക്രട്ടറി 46 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളി നിർമ്മിച്ചിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞതുപോലെ, എന്നോട് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്നത്തെ നമ്മളെ ഉലമാ പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുല്ലാഹ് ബഹുമാനപ്പെട്ടവർ രണ്ടുപേരും ഈ നാട്ടിലേക്ക് വന്ന് ഇതിന് പരിഹാരം കൊടുത്ത് ഫത്വ ചെയ്ത് ഇവിടെ 2 പള്ളിക്കും കാരണമായതെന്നാണ് ഞാൻ അറിഞ്ഞത്. അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ ഇൽമ, അതാണ് നാം ചിന്തിക്കേണ്ടത്. നാം എത്ര വലിയ ആലിമായിട്ടോ നോക്കി. കാരണം ബഹുമാനപ്പെട്ട ഉസ്താദിന് എത്ര ശിഷ്യന്മാർ, എത്രയോ പണ്ഡിതന്മാർ. ഇവിടെ നേരത്തെ താഹാ സയ്യിദി പറഞ്ഞു, നല്ലൊരു മുദ്രിസായിട്ട് അതിൽ മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവര് നിങ്ങളെ നാട്ടിലെ, നിങ്ങളെ മഹല്ലത്തിലെ ഈ ജമാഅത്തിൽപ്പെട്ട് ഇവിടെ മദ്രസ പഠിച്ച്, ഇവിടെ പള്ളിയിൽ ദർസിൽ പഠിച്ച്, പക്ഷേ ആ ഉസ്താദിന് അങ്ങനത്തെ ഒരു അഹംഭാവം വന്നിട്ടില്ല. ഉസ്താദിനെ ഇരുത്തിട്ട് പകർത്തേണ്ടത് പറഞ്ഞ് ബഹുമാനിക്കേണ്ടതല്ല. ഞങ്ങളെ മനസ്സുകൊണ്ട് ഞാനൊരു അഹ്ലുൽ ബൈത്താണ്, ഞാനൊരു തങ്ങളാണ്. പക്ഷേ ഞാൻ കുറച്ച് സമയം ഉസ്താദിന്റെ അടുക്കൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഉസ്താദിന്റെ ഒരു ബഹുമാനം നേരത്തെ വരുമ്പോ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇൽമില്ലെങ്കിൽ ഒരു കണ്ടുപിടിക്കണം. ഒരു സ്വഭാവത്തിനും ഒരു സദസ്സിനും ഒരു ഇൽമിനും ഒരാളെയും ഒരു മജ്ലിസിനെ കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതാണ് മനുഷ്യനാകുന്നത്. ഉസ്താദ് നേരത്തെ വരുമ്പോ തങ്ങൾ കയറി, രണ്ടാമത് ഞാൻ വരുമ്പോ ഞാൻ എന്റെ ഉസ്താദ്, ഞാൻ ബഹുമാനിച്ച ഉസ്താദ് സമ്മതിച്ചില്ല. ഉസ്താദ് എന്ന് പറഞ്ഞ കയറണം, നിങ്ങൾ കയറി. കാരണം ഉസ്താദിന്റെ അത്ര എൽമ നമ്മളിലില്ല. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ കുടുംബമാണ് എന്ന ആ ശഫാഅത്തിലേക്ക്, ആ ഉപ്പാപ്പാന്റെ ശഫാഅത്ത് കിട്ടണം എന്നുള്ള ഒരു അർഹതപ്പെടണം ഞങ്ങൾക്കും എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പൊ അങ്ങനത്തെ ഒരു ആലിമിന്റെ ആ മദ്രസ് ആ നാട്ടിൽ ആ ജമാഅത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ്. നിങ്ങളെ ഈ മസ്ജിദ് ഇത്ര പ്രകാശത്തിൽ ഈ നാട്ടിൽ ഈ വെളിച്ചം വരാറും അതിന് അള്ളാഹു എത്തിച്ചു കൊടുത്ത ആ സമയത്ത് അതിനു വേണ്ടി കമ്മിറ്റി ഭാരവാഹികൾ. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ്. നിങ്ങളെ ഉദ്ദേശം നിങ്ങൾ 5-8 വർഷമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഈ കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചു. അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശം പൂർത്തിയാക്കി തന്നു. അൽഹംദുലില്ലാ. നിങ്ങളെ സ്തുതിക്കാം. 1000 പ്രാവശ്യം അൽഫമറ നിങ്ങൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ പള്ളി എന്നുള്ളത് ഭയങ്കര പേടിക്കേണ്ട സാധനമാണ്. നമ്മളെ വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞ് 75 ലക്ഷം റുപ്യ തീർത്തും സ്വന്തം ഒരുത്തന്റെ വീട്ടിലേക്ക് ഒരു കോടി റുപ്യ ചെലവാക്കുന്നവനുണ്ട്. 75 റുപ്യ ഒരുത്തന്റെ പൈസ അല്ല, 75 ലക്ഷം റുപ്യ ഒരുത്തൻ്റെതല്ല. പാവപ്പെട്ട പണക്കാരനും മിസ്കീനും ഉള്ളവനും ഇല്ലാത്തവനും ഉമ്മമാരും പെങ്ങന്മാരും നിങ്ങൾക്ക് നീട്ടിയ കയ്യിലേക്ക് അവർ നീട്ടിത്തന്നത്. നേരത്തെ 2 ആഴ്ച മുന്നേ ഇടുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തെല്ലാം ഒരു അരി എടുക്കുമ്പോ, ചോറ്റിന് അരി വെക്കുമ്പോ പിടിയരി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു പാത്രത്തിലേക്ക് ഇടും, പിന്നെ അവർ ചോറ്റിലേക്ക് ഇടും. അന്നത്തെ പതിവായിരുന്നു. അതാണ് ബഹുമാനം. പള്ളി
അത്രയും പള്ളിക്കുള്ളൊരു ശ്രേഷ്ഠത അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. ഇന്ന് പള്ളിക്ക് വിട്ടിട്ട് ചോറ്റിനെ അരി വെക്കുമ്പോ ബിസ്മില്ല നേടുന്ന പെണ്ണുങ്ങളുണ്ട്. ബിസ്മി പറഞ്ഞിട്ട് അരി എടുത്തിട്ട് ചോറ്റിലേക്ക് അടുപ്പത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആരാണ് സ്ത്രീകൾ? ആരാ ഭാര്യമാരുണ്ട്? ചിന്തിക്കുക എന്റെ ബാല്യക്കാരെ. ഏത് ബർക്കത്തിന് വേണ്ടിയിട്ട് ആരേറ്റ് പോയിട്ട് ദ്വാരക്കേണ്ടത്? നിന്റെ ബർക്കത്ത് നിന്റെ കയ്യിൽ തന്നെ. നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചോറ്റിനെ അരി എടുത്തിട്ട് പറയും. പണ്ടത്തെ കാലത്തല്ലേ നമ്മളെ ഉമ്മമാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? പുറത്ത് ആദ്യം സുബഹിക്ക് മുമ്പായിട്ട് എണിക്ക് മോനെ, എന്നിട്ട് ഈ വാതിൽ തുറക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു മോക്ക് വാതിൽ തുറക്കാൻ. അന്നത്തെ കാലത്ത് വെള്ളം കോരുന്നത് മോളെ കടയും കൊണ്ടിട്ട് കൊടപ്പന കൊണ്ടിട്ട് വെള്ളം വള്ളിയിട്ടിട്ട് കൊടപ്പന താത്തിട്ട് പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് ഉമ്മ പഠിപ്പിച്ചു കൊടുപ്പിച്ചു? അന്ന് ആ മോള് പഠിച്ച് ആ മോൾക്ക് പുതിയാപ്പള ഇണയാക്കി കൊടുത്ത് ആ വീട്ടിലേക്ക് ആ മോൾ ഭാഗ്യലക്ഷ്മിയായി. അന്ന് ആ വീട്ടില്ല സമ്പത്ത്, റഹ്മത്ത്, ദാമ്പത്യ ജീവിതം അല്ലാഹു അവരെ ഖൈറിലാക്കി. ആ മക്കൾ, അന്ന് ജനിച്ച മക്കൾ സാലിഹായ മക്കളായി. ഇന്ന് ജനിച്ചിട്ടും 6 മാസം മക്കൾക്ക് തർക്കം. ചെലവില്ല ഉസ്താദേ, തങ്ങളെ ചെലവില്ല. എന്ത് ചെല? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദിന്റെ അതുപോലെ തങ്ങളുണ്ട്. നമ്മളെ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു ബിസ്മിന്റെ ആവശ്യമില്ല. പുരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബിസ്മില്ല. പള്ളിക്ക് കയറുമ്പോൾ ഒരു കാല് വെക്കേണ്ടത് എങ്ങനെ? പള്ളിയിൽ എങ്ങനെ ഇരിക്കേണ്ടത്? പള്ളിയിൽ ഇരുന്നിട്ട് തലമാരാൻ തുടങ്ങിയപ്പോൾ ഇത്ര ഭംഗിയാക്കി ഉണ്ടാക്കിയ പള്ളി പ്രകാശം. ഇത് നാളെ മഹ്ശറിലേക്ക് നിന്റെ ഖബറിലേക്ക് പ്രകാശം അല്ലാഹു വിട്ടു തരുന്ന അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ നിങ്ങൾ ഞാൻ ധരിപ്പിക്കുന്ന സമയം ക്രമമായി എന്നോട് പറഞ്ഞത് വേണ്ടിയിട്ട് 2 ആശംസ. ഞാൻ നേരത്തെ ഒരു 9:30 മണിക്ക് തുടങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനും തങ്ങൾക്കും വേണ്ടി ഞാൻ കുറെ ആവശ്യത്തിലുള്ളത് ചെറിയൊരു വിഷമത്തിൽ. അതുകൊണ്ട് ഉസ്താദിനോടടക്കം നിങ്ങളാരും പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി വസിയത്തോടുകൂടി അല്ലാഹു ഈ തന്ന നിഅമത്ത് നിലനിർത്താൻ വേണ്ടി എൻ്റെ നാട്ടുകാർ, എൻ്റെ അയൽവാസിയായ നാട്ടുകാർ, എന്നെ സ്നേഹിക്കുന്നവരും എന്നെ പ്രശംസിക്കുന്നവരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മഹല്ലത്തിൽപ്പെട്ട എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ സഹായിച്ച ദീനി ഈ പ്രകാശം ഈ നാട്ടിൽ നിലനിർത്താൻ വേണ്ടി ആഖിർസവരം നിങ്ങൾ ആഖിർസമാവറും ഇത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. അല്ലാഹു ഇത് അല്ലാഹു സാലിയായ ഒരു അമലാക്കി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു അമലാഹി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാ ആശംസകളും ഞാൻ നൽകിക്കൊണ്ട് ഞാൻ ഒരു വാക്കിന് വിരാമം നൽകുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.